ഗ്രിൽഡ് പൈനാപ്പിൾ. ഓക്കെ ഓക്കെ. അപ്പൊ കാലകാലം പൊട്ടിയ എന്ത് തോന്നുന്നു കുഞ്ഞുമോളെ? കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് കണ്ടത്. വേറെ വണ്ടി ഗായ്സ്. അങ്ങനെ ഇന്നലത്തെ നട കഴിഞ്ഞ് എന്താ പറയാ, ഞാൻ വേറെ സ്ഥലത്തായിട്ട് കടന്നത്. ഇതിപ്പം വേറൊരു വില്ലാണ്. നമ്മളെ ചെറിയമ്മച്ചൻ ഇത് കാണിച്ചു തരേണ്ടി വന്നാണ്. ഇത് കിടക്കാഴ്ചയാണ്. ഇത് ഞാൻ ഇപ്പോൾ അപ്സ്റ്റെയറിലാണ് നിൽക്കുന്നത്. ഇവിടെ പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് കാണിച്ചു തരാം. നല്ല രസം. നമ്മുടെ ഡ്യൂഡിയോ കാർഡ് ഉണ്ട്. താഴത്തൊക്കെ വേറെ റൂമാട്ടോ. ഇതാക്കണ ഇത് വേറെ ബെഡ്റൂം. ഇത് വേറെ ഒരു എന്താ പറയുക ലിവിങ് ഏരിയ. TV, സോഫ എല്ലാം ഉണ്ട്. ആ ലിവിങ് ഏരിയ എന്നൊരു ഡോറാട്ടോ ഔട്ടിലേക്ക്. സോ അതിലെങ്ങനെ പോയാൽ പ്രൈവറ്റ് പൂളിയോ. പൊളി പൊളി കുഞ്ഞോ. ഡ്യൂഡിയെ പിടിച്ചാണ്ടാവുക. അടിപൊളി ഇട്ടോ. നമ്മളെ ചെറിമച്ചൻ കാണിച്ചു തന്ന ഈ സീന് പ്രൈവറ്റ് ആയിട്ടില്ലേ. അത് ഇത്ര ഹൈറ്റിൽ. യാ മോനെ, ആ മരം നോക്കിയാ കൂളിംഗ് ഫ്ലവർ പോലെ. അയ്യേ, എന്തൊരു ചളിയത്. അപ്പൊ നിങ്ങൾ കണ്ടാളോ നമ്മളാവട്ടെ. ശരി എന്നാ പൂള് നല്ല അത്യാവശ്യം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പൂള്. ഒന്ന് നോക്കൂ ഞോളെ, ഒന്ന് നോക്കൂ പ്ലീസ്. വേണ്ട, ഇമ്മച്ചാണ് ഇമ്മച്ചാണ് തള്ളിടാൻ മെയിന്. അപ്പൊ നമ്മള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയില്ലേക്ക. ഇനി നമ്മള് പുറത്ത് പോകണം. അതിന്റെ മുമ്പ് ഫുഡ് കഴിക്കണം. ഇപ്പൊ ഉച്ചായില്ലേ, ഉച്ചായി. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ടെന്നാണ് മറ്റേ ആള് പറഞ്ഞത്. അപ്പൊ അവിടെ പോവാ. ഫസ്റ്റ് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചാൽ ചെറിയൊരു ഡ്രൈവ് കാട്ടുകൂടി. അവര് പറഞ്ഞ ആനേനൊക്കെ കാണാന്നാണ്. ആന, സിംഹം, കോഴി. നമ്മൾ ലിഫ്റ്റ് പോണേ. അടിക്കല്ലേ. ഓക്കെ, ഒന്ന് മാറി പ്ലീസ്. എക്സ്ക്യൂസ് മീ, പ്ലീസ്. ക്ലോസ് ചെയ്താ 0 ശക്തിമാൻ. എനിക്ക് റെഡ് നല്ലോണം ചേരുന്നുണ്ടല്ലേ. ഇന്നലെ ഡ്യൂട്ടി എന്താ പറയാ വെള്ളച്ചാട്ടത്തിലൊക്കെ ചാടി വലിയ മെയിനായി സംഭവമായി. എനിക്ക് അതല്ല, എന്റെ മീനില്ലേ, മീനുകളായിരുന്നു നിന്റെ കാല് കുത്തുന്നത്. ലാസ്റ്റിന് വീഡിയോ കോൾ ചെയ്യണ്ടേ? ഇന്നലെ അതിന് കിട്ടിയില്ല. നമ്മള് ഭയങ്കര ക്ഷീണിച്ചു. ഇന്ന് എന്തായാലും നമുക്ക് ലാസ്റ്റിന് വീഡിയോ കോൾ ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. സോ ഇൻഷാല്ലാ നമ്മളെ നമുക്ക് നമ്പർ കിട്ടി. ജസ്റ്റ് വീഡിയോ കോൾ ചെയ്ത് പൂളിന്റെ മുമ്പ് തന്നെ അല്ല, പൂളിന്റെ മുമ്പിലാണ്. ഫുഡിന് വേണ്ടി എടുക്കുക. എനിക്ക് ഓരോന്ന് ഇട്ട് തരണം കേട്ടോ ഞങ്ങളെ. അതുകൊണ്ട് ശരി. അത് ശരി, അയ്യോ കൊണ്ടുപോയോ? എനിക്ക് വേണ്ട. അപ്പോൾ ശരി, ഓക്കെ. ചട്ടിനി വൈറ്റ് ഇന്നോട് ഒഴിച്ചൂടെ. ഒന്നൂടെ കുറച്ചുകൂടി ഒഴിച്ചൂടെ. ഓക്കെ, അടുത്തെടുക്കൂ. ഇതെന്താ? കുത്തപ്പം വേണ്ട, കുത്തത്തപ്പം. ഇഡ്ഡലി. ഇഡ്ഡലി. പിന്നെ ഇതാക്കണ ഇവിടെ ബ്രെഡ് ഉണ്ട്, വെണ്ണകൾ, ഫ്രൂട്ട്സ്. ഇത് ലാസ്റ്റ് എടുക്കാം. ഫ്രൂട്ട്സും ഡോണറ്റ്സ് കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് എടുക്കാം. പട്ടൂര. അടുത്തെന്താ? മസാല. എന്താണ്? അടിപൊളി. അത് ഭയങ്കര ഗ്രിൽഡ് പൈനാപ്പിൾ. പൊളി സാധനം. പോഹ ഗ്രിൽഡ് പൈനാപ്പിൾ അമ്മ. പിന്നെ വെജിറ്റബിൾ സ്റ്റൂ, മസാല ഇഡലി. ഇത് മസാല ഇഡലിയാണ്. പൊങ്കൽ. പുട്ട്. ഇതെന്താ? കുത്തു പൊറോട്ട ആൻഡ് പാൻകേക്ക്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ല, മസാല ഓംലെറ്റ്. പൊളി. പിന്നെ എഗ് കറി. എഗ് കറി വേണോ? നമുക്ക് ലൈവായിട്ട് ഇവിടെ ദോശ ഉണ്ട്. ദോശ ചുട്ട കാണാം. പൊളി. ആ ഷെഫാണ് നമുക്ക് ദോശ ഉണ്ടാക്കി തരുന്നത്. പൊളി. ഇതിലേക്ക് ഞാൻ അത് കൂടെ ഇട്ടത് പൊരി പൊരിക്കാം.
ഗൈസ് അപ്പൊ നമുക്കിന്ന് ഇന്നല്ല 2-3 ദിവസമായി ഫുഡൊക്കെ റെഡിയാക്കി തന്ന മച്ചാനാണ്. പേരെന്താണ്? സുശാന്ത് ആണ്. നാടെവിടെ? പത്തനംതിട്ട അല്ലേ? ഓക്കെ. ഇവിടെ എലിക്സറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എത്ര കാലമായി? ഓക്കെ ഓക്കെ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദ ഫുഡ്. ഓക്കെ, നല്ല രസം തന്നെ, എല്ലാം കിടക്കാച്ചായിരുന്നു. ഓക്കെ ഓക്കെ. ഏതാ ജ്യൂസ് എടുക്കണേ? ഇതിപ്പോ രസം നോക്ക്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ആക്കണ ഒരു സലാഡും കൂടി ഓർഡർ ചെയ്തിരുന്നു, അതുകൂടി കഴിച്ച്. പക്ഷെ ഡ്യൂട്ടി കഴിക്കുന്നില്ല. എന്താ വയറ് ഫുള്ളായി കിടക്കണ കേസ് അല്ലേ? ഡ്യൂട്ടിയുടെ ആരോഗ്യത്തിന് ഇല്ല, അത് വെറുതെ പറയാം. ഡ്യൂട്ടി ഒന്നും കഴിക്കാറില്ല, പാവമുട്ടി. ഞാനാണ് കുറച്ചുകൂടി. ഞാൻ താങ്ക് യു താങ്ക് യു. അപ്പൊ നമ്മളുടെ മെയിൻ ഷെഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിന്റെ പേരെന്തായിരുന്നു? ഓ എവിടെ? ഓ ശരിക്കും പേര് തന്നെ അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ആക്കി പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ചാണ്ടിക്കുഞ്ഞ് ചേട്ടൻ സ്റ്റെപ്പൺ സാറാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ എന്തൊക്കെയുണ്ട് പറയാൻ? പറയൂ, തീർച്ചയായിട്ടും പറയൂ. റിസോർട്ടുകൾ നിങ്ങൾ പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്തല്ലോ? ഫുഡും അറ്റ്മോസ്ഫിയറും പിന്നെ എല്ലാ ഫെസിലിറ്റീസും ശരിക്കും thoroughly എൻജോയ് ചെയ്തല്ലോ? അതെ, വേറെ ലെവലായിരുന്നു. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടല്ലോ, അത് പൊളിച്ചൊന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത്രയും നാളായിട്ട് ആദ്യമായിട്ട് ഇത്രയും വലിയ സാൻഡ്വിച്ച് ഫുള്ളായിട്ട് കഴിക്കുന്നത്. അതെ അത് നല്ല രസമുണ്ടായിരുന്നു. അതും നല്ല രീതിയിൽ ഉള്ള ഒരു ക്വാണ്ടിറ്റി അതിലുണ്ടായിരുന്നു. സോ ഇഷ്ടപ്പെട്ട്. അതെ, എല്ലാ ഐറ്റവും. നിങ്ങൾ പെട്ടെന്ന് കുക്ക് ചെയ്യൂലേ? രാവിലെ എത്ര മണിക്ക് എണീക്കും? രാവിലെ എത്ര മണിക്ക് എണീക്കൂ? രാവിലെ ഒരു 7 o'clock. നോർമലി 6:45. ഓക്കെ, അത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാക്കൂലേ? അല്ല, നമ്മള് വൈകുന്നേരം പോകുന്ന ഓൾമോസ്റ്റ് മസാല ക്ലാസ് റെഡിയാക്കിയിട്ടുണ്ട്. എത്ര മണിക്ക് പോകും? 11:30. രാത്രി 11:30 പോകും. മസാല ക്ലാസ് എല്ലാം റെഡിയാണല്ലോ. ഓക്കെ ഓക്കെ. ക്വിക്കായിട്ട് സാധനങ്ങളാവും. ഓക്കെ ഓക്കെ ഓക്കെ. സാറിന്റെ നാട് എവിടെയായിരുന്നു? പാല. അപ്പൊ ഇവിടുത്തെ മെയിൻ കുക്കായിട്ട് എത്ര കാലമായി? ഈ ഫീൽഡിലേക്ക് വന്നിട്ട് തന്നെ 20 വർഷം കഴിഞ്ഞു. 20 വർഷം അല്ലേ? ഓ, 20 വർഷം കുക്കിങ്. നിങ്ങളെ കൊണ്ട് നടക്കേ 20 വർഷം തിന്നാൻ കഴിയില്ലേ? തിന്ന് നടക്കാനോ? സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദ ഫുഡ്. ഓക്കെ, താങ്ക്സ്. അപ്പൊ പുറത്തേക്കുള്ള റൈഡിന് വേണ്ടി നിൽക്കാണ്. മ്യൂസിക് ഡ്യൂഡിയുടെ വക ഒരു മ്യൂസിക് ആണ് നിൽക്കണം. ഇവിടെ വലിയൊരു ഇതിന്റെ പറഞ്ഞോളെ പിയാനോ ഉണ്ട്. സോ ഡ്യൂഡി ഒരു പിയാനോ, ഡ്യൂഡിയുടെ കല നമുക്ക് ഇന്ന് മനസ്സിലാവും. Come on, Duty, വായിക്കൂ. Duty, come on, you can do this. Come on. Oh, scene. എന്നാ ഞാനാക്കാം. അയ്യോ, ഞങ്ങള് നാട്ടുകാർ കേൾക്കണം. ഇത് സ്പ്രിങ് നല്ല ഹൈ ബാസ് ആണല്ലോ. ഞാൻ കാണിച്ചു. നീ പറഞ്ഞ പോലെ ഇതിലത്തെ സൗണ്ട് ഡിഫറെന്റ്, മനസ്സിലാവും. സാധാരണ കീബോർഡ് അല്ല. രസില്ല. ഞാൻ പഠിപ്പിക്കാം, എനിക്കറിയാം. നല്ല രസമുണ്ടല്ലോ സംഭവം. നല്ല ശബ്ദം. ഇത് മല്ല ആക്കുമ്പോ ഇത് എന്താണ് മുകളിൽ തട്ടണം. മതി. ഡ്യൂട്ടി അവിടെ. ഇതിപ്പോ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് എവിടെയൊക്കെയായിരുന്നു? നമ്മള് ചുമ്മാ മാട്ടുപ്പെട്ടി വരെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ മാട്ടുപ്പെട്ടിലേക്ക് പോവാണ്. ഡ്യൂട്ടി ബാക്കിൽ അവിടെ പോയിട്ട്. സോ മാട്ടുപ്പെട്ടിയിൽ എത്തിയിരിക്കുകയാണ് കേസ്. നമ്മളെ മുതലാളിയാണ് ഇവിടെ ഡ്രൈവിങ്. മബാര ഡ്രൈവിംഗ് ആണ് കേസ്. തിരിച്ചു വളച്ച് വിടുന്നുണ്ട്, ഒന്നും പറയാനില്ല. പേടിച്ചിരിക്കുക. അതെ, ഡ്യൂട്ടി അവിടെ പേടിച്ചിരിക്കുന്നുണ്ട്. നമ്മളെ കാറല്ല, മൂപ്പര കാറാണ്. മൂപ്പര BMW കേസ്. ഓ, വിട്ടോ സീന്. ഇതാ അവിടെ ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ കഴിയിട്ട മരങ്ങളായിട്ട്. വാ, പൊളി. പക്ഷെ രക്ഷയില്ല, നല്ല വിജൃംഭിച്ച സ്ഥലമല്ലേ. ഞങ്ങളെ മുകളിൽ നോക്കിയേ. എമ്മാതിരി വലിയ വീഡിയോയിൽ ഇതെങ്ങനെ കാണാൻ അറിയില്ല, എന്നാലും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേസ്.
എന്ത് തോന്നുന്നു കുഞ്ഞുമോളെ? വല്ലാത്തൊരു ഭംഗി. ഇവിടെ നിന്നപ്പോ കണ്ണിനൊക്കെ ഒരു വല്ലാത്ത കുളി. എവിടെ നോക്കിയാലും പച്ചപ്പില്. അതെ, കിടിലേ. നല്ല പക്ക ഗ്രീനിയാണ്. നല്ല കുഞ്ഞോളെ എനിക്കൊരു ചലഞ്ച്, എനിക്കൊരു ചലഞ്ച് വരട്ടെ. ഇവിടെ ഒരൊറ്റ ഓട്ടത്തിന് എനിക്ക് അടുത്തായി. അങ്ങോട്ട് ചിലപ്പോ പ്രവേശിക്കാൻ പറ്റൂല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഓ ശരി, നമ്മളെ നായകനാ നടന്നു വരുന്ന. എന്താ പറയാ, വെള്ളച്ചാട്ടം. ഇവിടെ വേറൊരു കുറച്ച് ഉള്ളോട്ടൊരു കിടക്കാച്ച് ഓഫ് റോഡിങ് ആയിട്ട് പോയിട്ട് ഒരു വെള്ളച്ചാട്ടം കാണാന്ന് പറഞ്ഞു. സോ അതിന് വേണ്ടി നമ്മള് പോവാണ്. ഞാൻ കണ്ടിട്ട് ഓൾറെഡി ദൂരത്തുനിന്ന് കണ്ട് അതിന്റെ അടുത്തേക്കൊന്ന് പോവാന്ന് വിചാരിച്ചു. നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ വേറൊരു ഫിഗാറാണ് ഇല്ല ഞങ്ങളെ, വേറൊരു മൂടാണ്, ഭയങ്കര രസം. ഇത് മൂന്നാറിന് കുറച്ചും കൂടി മാറിയിട്ടല്ലേ? പള്ളിവാസൽ ആട്ടുകാട് വാട്ടർഫോൾ. ആട്ടുകാട് വാട്ടർ സംഭവം കാണാനാണ് പോണ്. ഇപ്പൊ ഒരു സെറ്റ് സ്ഥലം കാണാം. യാ മോനെ കുഞ്ഞോ, സെറ്റ് ബ്രോ. എന്റെ മോനെ, അവിടെ ഒരു കിടുക്കാച്ച വെള്ളപ്പൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടം. കുഞ്ഞോ എന്ത് തോന്നുന്നു? നീ എവിടെ എന്ത് തോന്നുന്നു? സലിയ, ഈ പാലത്തും കൂടെ പോണോ? യാ മോനെ വിഷയം. ഗൈസ്, ഈ പാലത്തും കൂടെ പോണോ? ഓ ഇവിടെ വലിയൊരു പാറക്കണ്ണൻ്റെ നടുവ് കൊണ്ടുവച്ചിരുന്നു. ഗൈസിലാക്കണ ഇതിവിടെ ഉള്ള ഒരു കടയാണ്. ഒരു കട, ആ കടന്റെ അടുത്ത് നല്ലൊരു രസം ഉണ്ടല്ലോ നമ്മൾ കാണാൻ. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ. കടന്റെ മുകളിൽ കൂടെ ഒക്കെ നടന്നു പോകുന്നത്. സോ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലേ, തൊട്ടടുത്ത് തന്നെ അല്ലേ നമ്മളെ. ആ, അത് കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് പോരുന്നത്. ഓ രക്ഷയില്ല. അതെ, നല്ല അടിപൊളി. ഇമ്മാതിരി വലിയ പാടാണ്. നമ്മൾ വന്നതാ, നമ്മൾ അതിലെങ്ങനാട്ടോ വന്ന്, നമ്മൾ അതിലെങ്ങനെ വന്ന്. എന്റെ അമ്മോ, അപാരമാണ്. കട്ടൻ കാപ്പി എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പർ കട്ടൻ കാപ്പി. ഇത് കുടിച്ചു ഭയങ്കര ചൂട്, നല്ല വെള്ളച്ചാട്ടം കണ്ടോണ്ട് കുടിക്കല്ലേ. ഒരു വൈബ്. അടുത്ത ഒഴിച്ചിലൊരു എന്താ പറയാ കോഫി ഷോപ്പാണ്. പ്ലസ് അവരുടെ വീടും കൂടി ആയെന്ന് തോന്നില്ലേ. വെള്ളമൊക്കെ ഭയങ്കര പ്രളയത്തിന്റെ സമയത്തൊക്കെ ഭയങ്കര വെള്ളം, പാലൊക്കെ തകർന്നു പോയതാ. അതെ, ഈ അവിടെ ഉണ്ടായിരുന്ന പാലൊക്കെ തകർന്നായിരുന്നു കേസ്. സോ രണ്ടാമതോടെ ഉണ്ടാക്കിയതാണ്. ഇവിടെ അധികം ശ്രദ്ധിച്ചെന്താ വെച്ചാൽ ഇവിടെ അധികം വീടുകളും ഭയങ്കര കളർഫുൾ ആണ്. പച്ച, മഞ്ഞ, ചുവപ്പ്, അങ്ങനത്തെ എല്ലാ കളറും ഉണ്ടല്ലേ. എല്ലാ കളറിലാണ് ഇവിടെ കിടുക്കാച്ച് പെയിന്റ് ഒക്കെ അടിച്ച് വേറെ വൈബാക്കിയിട്ടാണ് കൊണ്ടുനടക്കണേ. സോ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. എൻ്റെ ബാക്കിലേക്ക് കണ്ടില്ലേ, എന്തോ ഒരു ക്യൂട്ട് സാധനം, നല്ല രസമുണ്ട്. പക്ഷെ ഇത് ഇവിടെ കേട്ടോ ക്യൂട്ട്. നമ്മളെ നാട്ടിലെത്തി കഴിഞ്ഞാൽ ക്യൂട്ടാവില്ല, ഇവിടെ ക്യൂട്ട്. ഗൈസ്, അവര് വണ്ടി എടുത്ത് വരാറുണ്ട്. അപ്പം ഞാൻ പാലത്തിന് അപ്പുറത്ത് പോയി നിൽക്കട്ടെ. ആ വണ്ടി വരുമ്പോൾ നമുക്ക് കാണാം. വണ്ടി ചെറിയ പാല ഗൈസ്, ഒരു സമയം ഒരു വണ്ടിയെ വരാനില്ല. ഓ വെള്ളച്ചാട്ടം അടിപൊളിയായിട്ടോ. വണ്ടി വന്നാൽ ഞാൻ ഓടേണ്ടി വരും. ഈ പാലെങ്ങാനും പൊട്ടിയാ ഞാൻ ഒലിച്ചു പോകും ഗൈസ്. വൈബ് പൊളി സംഭവം. ഒറ്റ വണ്ടി സീൻ. വേറെ വണ്ടി എന്നാ പെട്ട് ഒന്നും പറയാനില്ല. വരൂ ചേട്ടാ, എന്നെ കൂട്ടോ? തുറക്കൂ ചേട്ടാ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തില്ല. ഞങ്ങള് നല്ലൊരു ഡ്രൈവ് ആയിരുന്നു. നല്ല വിശാലമായ ഡ്രൈവ്. താങ്ക്സ് ടു എന്താ പറയുക ജെറി മച്ചാൻ. താങ്ക് സോ മച്ച് ഫോർ ദ റൈഡ് മാൻ. നല്ല കൂളർ സാധനമായിരുന്നു. സോ ഞാൻ പോട്ടെ, ഞാൻ അവിടെ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. കുറേ ഡ്രൈവ് കഴിഞ്ഞല്ലേ. നമ്മള് വൈകുന്നേരത്തേക്കുള്ള കടിയാണ് ഓർഡർ ചെയ്ത്. എന്താ അറിയോ ഇക്ക, നീ റെഡിയാണോ ഫുഡ് കഴിക്കാൻ? ഫുഡ് എന്തൊക്കെ കഴിച്ചത്? നല്ല അടിപൊളി സാൻഡ്വിച്ച് ഉണ്ട്, നല്ല കിട്ടിക്കായ സാൻഡ്വിച്ച്. ഇത് എന്താ പറയാ ചിക്കൻ, പിന്നെ ബീഫല്ല എന്താ പറയാ വെജില്ലേ, വെജാണ്. പിന്നെ ഇതാക്കണ നല്ല ജ്യൂസ് ഉണ്ട്,
ഇത് മൊത്തം പപ്പായ കേട്ടോ. സോ ഇത് മൊത്തം ഒന്ന് കഴിച്ചിട്ട് കാണാം. ചിക്കനാ മൊത്തം ഒന്ന് സെറ്റ് ആകട്ടെ. അപ്പൊ ഇന്ന് രാത്രിയോട് കൂടി ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി അവിടെ എന്തോ ഓൺലൈൻ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. നമുക്ക് എപ്പോഴും ഓൺലൈൻ ക്ലാസ് കഴിച്ചു എന്താ അറിയില്ല. സോ ഇന്ന് രാത്രി 2 ദിവസമാണ് നമ്മൾ എലിക്സർ റിസോർട്ടിൽ നിന്നത്. 2 ദിവസം അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ഫുഡ് കഴിക്കുക, ബാക്കി കലാപരിപാടികൾ തുടങ്ങുക. ആർക്ക് കലാപരിപാടിയല്ല, കിടന്നാണ്ട് ഉറങ്ങുക. നാളെ രാവിലെ നമ്മൾ വേറെ ഒരു കിടക്കാച്ചി റിസോർട്ടിലേക്കാണ് പോകുന്നത്. സോ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ റിസോർട്ടിൽ വരാൻ താല്പര്യമുള്ളവരൊക്കെ താഴത്ത് നമ്പർ കൊടുക്കും. ഇന്നലത്തെ വീഡിയോയുടെ താഴത്ത് നമ്പറുണ്ട്, അവിടെ വിളിച്ച് ബുക്ക് ചെയ്യാം. റൈറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വന്ന് നോക്കുക. കിടക്കാച്ചി സ്ഥലങ്ങളാണ്. പിന്നെ നാളെ വേറൊരു വെറൈറ്റി സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് മൊത്തം നമുക്ക് സെറ്റാക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നല്ല കിടക്കാച്ചി ഒന്ന് കടന്നുറങ്ങട്ടെ. നാളെ രാവിലെ പോകാനുള്ളതാണ്. ഓക്കെ, നാളെ കാണാം. ബൈ.